നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത്. സാമുദ്രിക ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില അടയാളങ്ങൾ, ആ വ്യക്തിയുടെ ശരീരത്തിലെ ചില മറുകുകൾ, അവർ ജീവിതത്തിൽ കാണിക്കുന്ന ചില ശരീര സവിശേഷതകൾ, ഇതൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കും എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിൽ 8 ലക്ഷണങ്ങളെ പറ്റിയാണ്. അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ കാണുന്ന 8 ഭാഗ്യ ലക്ഷണങ്ങളെ പറ്റി. ഈ ലക്ഷണങ്ങളെ സാമുദ്രിക ശാസ്ത്രത്തിൽ അഷ്ടലക്ഷണങ്ങളെന്ന് വിളിക്കും. ഈ 8 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാകട്ടോ. ഒരിക്കലും വിട്ടുകളയരുത്. ഈ 8 ലക്ഷണത്തിൽ ഒന്നെങ്കിലും ശരീരത്തിലുള്ള സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായി ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. അവരെ ചേർത്ത് പിടിക്കുക. ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയായി തീരുന്ന സ്ത്രീകളാണ് ആ സ്ത്രീകളെന്നുള്ളതാണ് ഈ സാമുദ്രിക ശാസ്ത്രം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ആ 8 ലക്ഷണം എന്താണ് എന്നുള്ളത്. എല്ലാവരും ഈ 8 എണ്ണവും കേട്ടു നോക്കൂ. ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളായിക്കൊള്ളട്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൗഭാഗ്യവതിയാണ് ആ സ്ത്രീ. ആ സ്ത്രീയുടെ ഐശ്വര്യത്താൽ ആ വീട് രക്ഷപ്പെടും. ജീവിതത്തിൽ എന്നും ഉയർച്ച കൊണ്ടുവരുന്നവളായി, വീടിന്റെ മഹാലക്ഷ്മിയായി ആ സ്ത്രീ മാറുകയും ചെയ്യുന്നതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 8 എണ്ണവും ഒന്നൊന്നായിട്ട് വരിയായിട്ട് പറയാം. കേട്ടു നോക്കൂ. ചിലർക്ക് ചിലപ്പോൾ 8 ലക്ഷണങ്ങളും ഉണ്ടാവും, അത്രയും ഭാഗ്യമുള്ളവർക്ക്. ചിലർക്ക് 1 2 ആയിരിക്കും. ഒന്നായാലും മതി, അത് ഭാഗ്യമെന്നേ പറയാനുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ കേട്ടു നോക്കൂ. കേട്ടിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എണ്ണി നോക്കൂ. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കാം എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല, ആദ്യത്തെ പറയാം. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഹൃദയാകൃതിയിലുള്ള കേശഭാരമാണ്. എന്താണ് ഹൃദയാകൃതിയിലുള്ള കേശഭാരം? ദാ ഇവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഹൃദയത്തിൻ്റെതായ ആകൃതിയിൽ മുഖം വരുന്ന, മുടി തലയോട്ടിയോട് ചേർന്ന് വരുന്ന മുഖമുള്ളവർ, ഇതിനെ എം ഷേപ്ഡ് നെറ്റി എന്നും ഹൃദയാകൃതിയിലുള്ള നെറ്റി എന്നും ഹാർട്ട് ഷേപ്ഡ് നെറ്റി എന്നും ഒക്കെയാണ് ലോകത്തിലുടനീളം എല്ലാത്തരം സാമുദ്രിക ശാസ്ത്രങ്ങളിലും ലക്ഷണശാസ്ത്രങ്ങളിലും വിളിക്കുന്നത്. ഇത്തരത്തിൽ മുടി അലൈൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ അത്തരത്തിൽ മുടിയുള്ളവരാണോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. ഏറ്റവും ഐശ്വര്യമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ, ഒരുപാട് രീതിയിലുള്ള നേട്ടങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ വീട്ടിന് മൊത്തത്തിൽ സൗഭാഗ്യം വരുമെന്നാണ് പറയുന്നത്. ഇവരെ വിവാഹം ചെയ്യുന്നവർക്ക് വലിയ രീതിയിൽ സൗഭാഗ്യങ്ങളുണ്ടാവും, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. ഇവർ വന്നു കയറുന്ന വീടിന് നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ഹൃദയാകൃതിയിലായിരിക്കും. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്തരത്തിൽ മുടി അലൈൻ ചെയ്ത് വരുന്ന ഒരു മുഖമുള്ള സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യവതിയായ സ്ത്രീയാണെന്നാണ് പൊതുവെ നമുക്ക് സാമുദ്രിക ശാസ്ത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, നമുക്ക് 5 വിരലുകളുള്ളതിൽ ചൂണ്ടുവിരല്, ആ ചൂണ്ടുവിരലിൽ മറുക് വരിക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് നേതൃപാടവമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കൈ ഏതാണെന്ന് ശ്രദ്ധിക്കണം. വലത് കൈയുടെ ചൂണ്ടുവിരലിൽ മറുകുള്ളവർ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കൈപ്പത്തി എടുത്ത് നോക്കുക, ചൂണ്ടുവിരൽ നോക്കുക. ആ ചൂണ്ടുവിരലിന്റെ പുറത്തോ പുറകുവശത്തോ മുകളിലോ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഒരു കറുത്ത മറുകുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേതൃപാഠ ഗുണങ്ങൾ ഉണ്ടാകും. ആ വീടിന്, ഈ സ്ത്രീ താമസിക്കുന്ന വീടിന് ഒരു താഴ്ചയോ അല്ലെങ്കിൽ ഒരു ദുരിതമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ മുന്നിൽ നിന്ന് നയിച്ച് ആ വീടിനെ വീണ്ടും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വീടിനൊരു അസറ്റാന്നാണ് പറയുന്നത്. ഏത് ദുരിതകാലത്തും ഏത് കഷ്ടത നിറഞ്ഞ കാലത്തും ഈ ഒരു ലക്ഷണം ശരീരത്തിലുള്ള സ്ത്രീ ആ വീടിനെ രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത്.
എല്ലാത്തരം ദുരിതത്തിൽ നിന്നും ഇവരുടെ ഒരു ഇച്ഛാശക്തിയും ഇവരുടെ ഒരു ഈശ്വരാധീനവും ഇവരുടെ ഈ ഒരു ലക്ഷണം കൊണ്ടുണ്ടാവുന്ന സൗഭാഗ്യവും ആ വീടിനും ആ വീട്ടിലുള്ളവർക്കും ഗൃഹനാഥനുമൊക്കെ ഉയർച്ച കൊണ്ടുവരും, താഴ്ചയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ചിലപ്പം വേറൊരാളുടെ വീട്ടിലുള്ള ആളിൻ്റെ ഒരു ദോഷം കൊണ്ടായിരിക്കും ആ വീടിന് ദുരിതങ്ങൾ വരുന്നത്. ആ ദുരിതാവസ്ഥയിൽ ആ ദോഷങ്ങളെ വരെ നീക്കി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ചൂണ്ടുവിരലിൽ കറുത്ത മറുകുള്ള സ്ത്രീക്ക് സാധിക്കുമെന്നാണ് സാമുദ്രിക ശാസ്ത്രം പറഞ്ഞു വെക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതുള്ളവരുണ്ടോ വീട്ടിൽ? ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടത് പുരികം ഉണ്ടല്ലോ, അതായത് നമ്മളുടെ മുഖത്തെ പുരികം, കണ്ണിന് മുകളിൽ പുരികം, ഇടത് പുരികം ഉയർത്താൻ, തനിയെ ഉയർത്താൻ സാധിക്കുന്ന സ്ത്രീ. ഈ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് പുരികം ഉയർത്താൻ പറ്റും, ചിലപ്പോൾ നമ്മളുടെ വലത് പുരികം ഉയർത്താൻ സാധിക്കും. എന്നാൽ ഇടത് പുരികം മാത്രം ഉയർത്തി നിർത്താനുള്ള കഴിവ്, നിങ്ങൾ സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത് പുരികം മാത്രം ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ചിലരത് മിക്കവരും അത് ശ്രമിക്കുന്ന സമയത്ത് രണ്ട് പുരികവും പൊങ്ങിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പം വലത്തെ പുരികം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടത്തെ പുരികം ഉയർത്തി നിർത്താനുള്ള, അത് മാത്രമായിട്ട് ഉയർത്തി നിർത്താനുള്ള കഴിവ്, ഇത് അപാരമായിട്ടുള്ള ബുദ്ധി സാമർഥ്യവും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള സ്ത്രീയുടേതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലക്ഷണമുള്ള സ്ത്രീകൾ പൊതുവെ ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ വിജയങ്ങൾ ആ സ്ത്രീ സംഭാവന ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ പ്രഭയിൽ വലിയ വിജയങ്ങൾ ആ വീടിനെ തേടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇടത്തെ പുരികം മാത്രം ഉയർത്തി നിർത്താനുള്ള, ഉയർത്തി വെക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഉയർത്തി സംസാരിക്കാൻ സാധിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം. സാമുദ്രിക ശാസ്ത്രം പറയുന്നത് ആ സ്ത്രീകളെ ഒരിക്കലും ജീവിതത്തിന് വിട്ടുകളയരുത്. അവർ നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരും. അവരോട് സമ്പർക്കം ചെലുത്തുന്നത് പോലും, അവരോട് ഇടപഴകുന്നത് പോലും, അവരെ സ്നേഹസമ്പന്നരായി നിർത്തുന്നത് പോലും, സുഹൃത്തുക്കളാക്കി വെക്കുന്നത് പോലും സൗഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം. പറ്റുന്നവരുണ്ടോ? ഇടത് മാത്രം പൊക്കി നിർത്താൻ പറ്റുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടത് കൈയിലെ മീനാകൃതിയാണ്. എന്താണ് ഇടത് കൈയിലെ മീനാകൃതി? സ്ത്രീകൾ തങ്ങളുടെ ഇടത് കൈവെള്ള ഒന്ന് തുറന്നു നോക്കണേ, ഒന്ന് തുറന്ന് മലർത്തി ഒന്ന് വെക്കണേ. ആ ഇടത് കൈയുടെ മധ്യഭാഗത്തായിട്ട് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ 4 രേഖകൾ ചേർന്ന് ഒരു മീനാകൃതി രൂപപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇടത് കൈവെള്ള തുറന്നു നോക്കുക. ഇടത് കൈവെള്ളയുടെ മധ്യത്തിൽ ഈ കൈരേഖകൾ 4 വന്ന് ഇന്റർസെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ 4 കൈരേഖകൾ വന്ന് ചേർന്ന് അതൊരു മീനിനെ പോലെ, ഒരു മീനാകൃതിയിൽ ചേരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സാമുദ്രിക ശാസ്ത്രം പറയുന്നത് ഇത്തരത്തിൽ മീനാകൃതിയുള്ള സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് ധനം വന്ന് നിറയുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഭാഗ്യക്കേട് ആ വീടിനുണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. അത്തരം സ്ത്രീകളെ ഭർത്താവായി, അല്ലെങ്കിൽ അത്തരം സ്ത്രീകൾക്ക് ഭർത്താവായി വരുന്ന പുരുഷന്മാർക്ക് സാമ്പത്തികമായിട്ട് നല്ല വിജയങ്ങൾ ഉണ്ടാകുമെന്ന, ഒരിച്ചിരി കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഇവർ വിജയിച്ചു വരുമെന്ന പറയുന്നത്. അപ്പൊ ഇടത് കൈവെള്ള നോക്കുക, സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ഇടത് കൈവെള്ളയുടെ മധ്യത്തിൽ ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു മീൻ രേഖ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, അവർ ഭാഗ്യമുള്ളവരാണ്. ധനപരമായിട്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച കൊണ്ടുവരും, അവരുടെ ഐശ്വര്യം ആ വീടിന് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും സൗഭാഗ്യവതികളായിട്ടുള്ള, മഹാലക്ഷ്മി പ്രീതിയുള്ളവർക്ക് കാണുന്ന ലക്ഷണമാണ് മേൽചുണ്ടിൻ്റെ മധ്യത്തിൽ മറുക് എന്ന് പറയുന്നത്. മേൽചുണ്ടിൻ്റെ മധ്യഭാഗത്ത് മറുകുണ്ടോ ആ സ്ത്രീ ലോകം കീഴടക്കിയിരിക്കുമെന്നാണ് പറയുന്നത്. വലിയ ഉയരങ്ങൾ കീഴടക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് അധികാര സ്ഥാനങ്ങൾ, വളരെ പവർഫുള്ളായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, ജീവിതത്തിൽ വിദ്യ കൊണ്ട് വിജയം നേടുക, കലാപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുക, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷണം പറയുന്നത്. മേൽചുണ്ടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇടതോ വലതോ അല്ല പറയുന്നത്, മേൽചുണ്ടിൻ്റെ തിരുമധ്യഭാഗത്ത്, മൂക്കിനും മേൽചുണ്ടിനും നടുക്കുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, നടുഭാഗം ചിത്രത്തിലൊക്കെ കൊടുത്തിട്ടുള്ള പോലെ, ആ ഒരു ഭാഗത്ത് മറുക് വരിക എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു സൗഭാഗ്യം, മഹാലക്ഷ്മി തുല്യാവുമെന്നാണ് പറയുന്നത്. അത്രേ ഐശ്വര്യത്തിൻ്റെ ഒരു കേന്ദ്രമായി ആ സ്ത്രീ മാറും എന്നുള്ളതാണ്.
ഒരുപാട് സ്ത്രീകൾ ഈ ഭാഗ്യമുള്ളവരുണ്ട്. നിങ്ങൾ അങ്ങനെ മറുകുള്ളവരെ ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലെ ഐശ്വര്യം നാൾക്ക് നാൾ വന്നു ചേരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാൽപാദത്തിലേക്ക് നോക്കുക. കാൽപാദം ഉണ്ടല്ലോ, കാൽപാദം, അതായത് ഇടത് കാൽപാദം. ഇടത് കാൽപാദം നോക്കുന്ന സമയത്ത് നമുക്ക് 5 വിരലുകളുണ്ട്. ആ 5 വിരലുകളിൽ 2ാമത്തെ വിരലാണ് എല്ലാ വിരലിനേക്കാളും വലുത് എന്നുണ്ടെങ്കിൽ, അതായത് പല തരത്തിലുള്ള കാൽപാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 5 വിരലുള്ള കാൽപാദത്തിൽ 2ാമത്തെ വിരൽ, തള്ളവിരൽ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ വിരൽ, അത് ഏറ്റവും നീണ്ടതായിട്ടുള്ളത്. പല രീതിയിൽ കാണാം. ചിലപ്പം തള്ളവിരലായിരിക്കും ഏറ്റവും വലുത്, പിന്നെ ആയിരിക്കും ബാക്കി വിരലുകളൊക്കെ. ചിലർക്ക് ഈ 3ാമത്തെ വിരലായിരിക്കും ഏറ്റവും വലുത്, പിന്നെ ബാക്കിയെല്ലാം അതിന് താഴെ ആയിരിക്കും നിൽക്കുന്നത്. അത് ഈ അപൂർവമായിട്ടാണ് ഈ 2ാമത്തെ വിരൽ വലിയ വിരലായിട്ട് വരിക എന്ന് പറയുന്നത്. 2ാമത്തെ വിരൽ നീണ്ടതും അല്ലെങ്കിൽ ഏറ്റവും വലുതുമായിട്ടുള്ള, നീണ്ട് ഏറ്റവും വലുതായിട്ടുള്ള കാലാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭനിമിത്തമാണെന്നാണ് പറയുന്നത്. അത്തരം സ്ത്രീകൾ ജീവിതത്തിൽ കഠിനാധ്വാനികളായിരിക്കും എന്നാണ് പറയുന്നത്. നല്ല പോരാട്ട വീര്യമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. മല ഇടിഞ്ഞു വന്നാലും പാറ പോലെ നിൽക്കുമെന്നാണ് പറയുന്നത്. എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ, തരണം ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത്തരം സ്ത്രീകൾ നമുക്ക് വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലും നമുക്ക് കൈത്താങ്ങായിട്ട് ഇവർ വരും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും കാൽപാദത്തിലോട്ട് നോക്കുക. എല്ലാ വിരലുകളിലും വെച്ച് 2ാമത്തെ വിരലാണ് ഏറ്റവും വലിയ വിരൽ എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ഇടത് കാലിൽ നോക്കുക, ഇടത് കാലിൻ്റെ 2ാമത്തെ വിരൽ. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് അഷ്ടലക്ഷണങ്ങളിൽ 8ാമത്തേത് എന്ന് പറയുന്നത് മുൻവരിയിലെ പല്ലിനുള്ള വിടവാണ്. അതായത് മറ്റു പല്ലുകളുടെ വിടവിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, മുൻവരിയിലെ മുകളിലെ വിടവുള്ള പല്ല്. ഒരുപാട് പേര് ഇത് കെട്ടിക്കാനൊക്കെ നടക്കാറുണ്ട്, പക്ഷേ ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. മുൻവരിയിലെ പല്ലിന് വിടവുള്ള സ്ത്രീകളെ നിങ്ങൾ എടുത്തു നോക്കുക, ജീവിതത്തിൽ അല്ലലും അലച്ചിലും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഉരുകിത്തീരുന്നവരായിരിക്കത്തില്ല. ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ, ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ, കഷ്ടപ്പാടിനിടയിലും സന്തോഷം കണ്ടെത്താൻ, വിജയിച്ചു വരാൻ, കഷ്ടപ്പെട്ട് ഉയർന്നു വരാൻ സാധിക്കുന്ന സ്ത്രീകളായിരിക്കും എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമുള്ള സ്ത്രീകളാണ് ഈ മുൻവരിയിൽ വിടവുള്ള പല്ലുമായി ജനിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു മഹാലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമായിട്ട് കൂടെ കണക്കാക്കുന്ന ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മി പ്രീതിയുടെ ഒരു ലക്ഷണമാണ് ഇത്തരത്തിൽ ജനിക്കുന്ന സ്ത്രീകളെന്ന് പറയുന്നത്. അതായത് മുൻവരിയിലെ 2 പല്ലുകൾക്കിടയിൽ വിടവ്, ഇവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്നതും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഇതാണ് അഷ്ടലക്ഷണങ്ങളിൽ 7ാമത്തെ ഭാഗ്യലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് 8ാമത്തേത് എന്ന് പറയുന്നത് കാണാമറയത്തുള്ള മറുകാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാണാമറയത്ത് മറുക് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം. എന്താണ് ഈ കാണാമറയത്ത് എന്ന് പറയുന്നത്? അതായത് സ്വയം കാണാൻ സാധിക്കാത്തത്. അതായത് നമുക്കിങ്ങനെ ഇപ്പം കയ്യിലൊക്കെയാണ് മറുക് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുറന്നു വെച്ചാൽ കയ്യിൽ മറുക് കാണാൻ സാധിക്കും അല്ലേ? അതായത് നമ്മളുടെ മുതുകത്തോ പിൻഭാഗത്തോ ആണെന്നുണ്ടെങ്കിൽ ആ മറുക് നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അതും ചിലത് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? കണ്ണാടിയിൽ നമ്മൾ സാധാരണ മുഖം നോക്കുന്ന നമ്മൾ കണ്ണാടിയിൽ, അല്ലെ ശരീരം കാണാൻ പറ്റുന്ന കണ്ണാടിയിൽ നമുക്ക് നോക്കുമ്പം ആ മറുക് കാണാൻ പറ്റും. എന്നാൽ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ സാധിക്കാത്തത് ചില സമയങ്ങളിൽ മുതുകിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ പിൻഭാഗത്ത് മധ്യഭാഗത്തൊക്കെ മറുക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കിയാലും കാണാൻ സാധിക്കത്തില്ല. അതാണ് കാണാമറയത്തുള്ള മറുക് എന്ന് പറയുന്നത്. കാണാമറയത്ത് മറുക് വരുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. അതായത് കണ്ണാടിയിലോ നമ്മൾ നേരെയോ തിരിഞ്ഞോ മറിഞ്ഞോ നമ്മളുടെ കഴുത്ത് പെടലിയൊക്കെ തിരിച്ചോ ഒക്കെ നോക്കിയാലും കാണാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഭാഗത്ത് കറുത്ത മറുക് വരിക എന്ന് പറഞ്ഞാൽ അത് അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും മുതുകിൻ്റെ മധ്യഭാഗം, പിൻഭാഗത്തിൻ്റെ മധ്യഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് കാണാമറയത്തുള്ള മറുകെന്ന് പറയുന്നത്. അത് ഏറ്റവും ഭാഗ്യവാന്നാണ് പറയുന്നത്. അത്തരത്തിൽ മറുകുള്ള സ്ത്രീകളും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഇവരൊക്കെ വാഴുന്ന വീടുകളിൽ അല്ലലും അലച്ചിലും ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഭാഗ്യം ആ വീടിനെ തേടി വരും, ഐശ്വര്യം തേടി വരുമെന്നാണ് പറയുന്നത്. ഇതാണ്
8ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ 8 ലക്ഷണം പറഞ്ഞു. ഇതിൽ എത്ര ലക്ഷണം നിങ്ങൾക്കുണ്ട് ഒന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഈ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഈ 8 ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യവതിയാണ്. ഈ 8 ലക്ഷണം ചിലർക്ക് 4ഉം 5ഉം ചിലപ്പോൾ 8 തന്നെ ഉണ്ടായിരിക്കും. ഏറ്റവും ഭാഗ്യമെന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇത് നോക്കുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കുണ്ടായിരിക്കും ജീവിതത്തിൽ. നന്നായിരിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞതിൽ തിരിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.